കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവമൊരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യെശയ്യാ പ്രവചനം 54 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ ഒരു പ്രത്യാശയുടെ, ഒരു വാഗ്ദത്തത്തിന്റെ, ഒരു ധൈര്യത്തിന്റെ ഒരു വചനം നമുക്ക് കാണുവാൻ കഴിയുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. ശത്രു നമുക്ക് വിരോധമായി കുഴിക്കുന്ന കുഴികൾ, നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന നമ്മുടെ നന്മകളെ ഇല്ലാതാക്കുവാൻ, നമ്മെ തകർത്ത് കളയുവാൻ ശത്രു ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയും വിജയിക്കയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഒരു വചനം ഏത് കാലത്തുമുള്ള ദൈവജനത്തോടുള്ള ദൈവത്തിന്റെ ഒരു സന്ദേശമാണ്. അതേ, നമുക്ക് വിരോധമായി നിൽക്കുന്ന ശക്തികൾ, ആ ശക്തികൾ നമുക്ക് വിരോധമായി ചിന്തിക്കുന്ന ചിന്തകൾ, നമ്മുടെ നന്മകൾക്കെതിരെ ദൈവം തന്നിരിക്കുന്ന എല്ലാവിധമായ ഐശ്വര്യങ്ങൾക്കെതിരെ അതിനെ ഇല്ലാതാക്കുവാൻ ശത്രു ഒരുക്കുന്നതായിട്ടുള്ള ആയുധങ്ങൾ. അപ്പോൾ എക്കാലത്തും ദൈവജനത്തെ കൊന്നുമുടിക്കുക എന്നുള്ളതാണ് ശത്രുവിന്റെ പദ്ധതി, അഥവാ സാത്താന്റെ പദ്ധതി. യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായത്തിൽ യേശു പറഞ്ഞു, കള്ളൻ വരുന്നത് അറക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും അത്രേ. ഈ കള്ളൻ എന്ന് യേശു പറഞ്ഞിരിക്കുന്നത് സാത്താനെ കുറിച്ചാണ്. സാത്താൻ ജനത്തെ കൊല്ലുന്നു, മുടിക്കുന്നു, അവനെ തകർക്കുവാൻ നോക്കുന്നു. എന്നാൽ നമ്മുടെ യേശു എന്തിനു വേണ്ടിയാണ് വന്നത്? യേശു വന്നത് നമുക്ക് നിത്യജീവനെ നൽകാൻ വേണ്ടിയാണ്. യേശു വന്നത് നമ്മെ സൗഖ്യമാക്കുവാൻ വേണ്ടിയാണ്. യേശു വന്നത് പാപത്തിന്റെ ശക്തി നമ്മളെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. യേശു വന്നത് നമുക്ക് സമാധാനവും നമുക്ക് അനുഗ്രഹവും നൽകാൻ വേണ്ടിയാണ്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിനക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കാതെ കാക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. എസ്തേറിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ ദുഷ്ടനായ ഒരു ഹാമാനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ ദുഷ്ടനാണ്, പക്ഷേ ഒരു നീതിമാനായ, ഒരു നല്ല മനുഷ്യനായ, താഴ്മയുള്ള, വിനയമുള്ള, മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മൊർദെഖായി എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ ദൈവ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്. എന്നാൽ ഹാമാന് അവനോട് വിരോധമുണ്ടായി. എന്തുകൊണ്ടെന്നാൽ അവൻ ഹാമാനെ വണങ്ങുന്നില്ല, ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, മൊർദെഖായിയെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ഹാമാൻ ഒരു കഴുകുമരമുണ്ടാക്കി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 50 മുഴം ഉയരമുള്ള ഒരു കഴുകുമരം മൊർദെഖായിക്ക് വിരോധമായി ഉണ്ടാക്കിയതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഹാമാൻ മൊർദെഖായിക്കെതിരായി വിരോധമായി ഉണ്ടാക്കിയ കഴുകുമരത്തിന്റെ ശക്തി മൊർദെഖായിക്ക് ഫലിക്കാതെ വണ്ണം ഹാമാൻ ഉണ്ടാക്കിയ കഴുകുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കപ്പെടുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതെ, ഇന്ന് വിശ്വസിക്കുക, എനിക്ക് വിരോധമായി, എനിക്ക് വിരോധമായി, എനിക്ക് വിരോധമായി, എന്റെ തലമുറയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന ഒരു ശക്തിയും ഫലിക്കാതെ വണ്ണം കാക്കുവാൻ എന്റെ ദൈവം സർവശക്തനാണ് എന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നാം ദാവീദിന്റെ ചരിത്രത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദാവീദിനെ കൊന്നുമുടിക്കുവാൻ, ദാവീദിന് വിരോധമായി ഏതെല്ലാം ശക്തികൾ ഉയർന്നു,
അന്നത്തെ രാജാവായിരുന്ന ശൗൽ തനിക്ക് വിരോധമായി എന്തൊക്കെ ആയുധങ്ങൾ പ്രയോഗിച്ചു. പല പ്രാവശ്യം കുന്തമെറിഞ്ഞ് ദാവീദിനെ കൊല്ലുവാൻ പദ്ധതിയിട്ടു. എന്നാൽ കുന്തത്തിന്റെ ലക്ഷ്യത്തെ ദൈവം മാറ്റിക്കളഞ്ഞു. ആ ആയുധത്തിന്റെ ശക്തിയെ ദൈവം നിഷ്ഫലമാക്കി. അത് തനിക്ക് തന്റെ ശരീരത്തിൽ കൊള്ളാതെ വണ്ണം ദൈവം സൂക്ഷിച്ചു. വാളുകൊണ്ടവനെ വെട്ടിക്കളയുവാൻ ശൗൽ പലപ്പോഴും പദ്ധതിയിട്ടു. എന്നാൽ ആ പദ്ധതിയിൽ നിന്നും ദൈവം തന്റെ ഭക്തനെ വിടുവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന, നാം ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ നമുക്ക് വിരോധികളുണ്ട്, നമുക്കെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുണ്ട്, നമുക്ക് വിരോധമായി കുഴികൾ കുഴിക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ ഇതിലൊന്നും അകപ്പെടാതെ വണ്ണം നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന വലകളെ പൊട്ടിക്കുവാൻ, അതേ വേട്ടക്കാരൻ പക്ഷികളെ പിടിക്കുവാൻ വലകൾ ഒരുക്കുന്നത് പോലെ, കെണികൾ ഒരുക്കുന്നത് പോലെ നമ്മെ ബന്ധിച്ചു കളയുവാൻ തക്കവണ്ണം ശത്രു ഒരുക്കുന്ന കണികളെ പൊട്ടിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരുവാൻ, പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്നും, ഇരുട്ടിന്റെ ശക്തികളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ കാലുകൾ ഇടറാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഈ വാഗ്ദത്ത വചനത്തെ വിരോധമായ പലതും കണ്ട് നിന്റെ മനസ്സ് കലങ്ങിയിരിക്കുന്നുവെങ്കിൽ, പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട് നിന്റെ മനസ്സ് വ്യാകുലപ്പെടുന്നുവെങ്കിൽ, ഇത് വിരോധമായി ഇതെന്നെ തകർക്കുമോ, ഇതെന്നെ ഇല്ലാതാക്കുമോ, എന്റെ തലമുറയെ ഇല്ലാതാക്കുമോ എന്ന് നീ ഭാരപ്പെടുന്നെങ്കിൽ, ഈ വാഗ്ദത്ത വചനത്തെ ഒന്ന് മുറുകെ പിടിക്കുവാൻ വചനം നിന്നോട് സംസാരിക്കുന്നു. അതെ, എനിക്ക് വിരോധമായി, എന്റെ തലമുറയ്ക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. ഒരുപക്ഷെ ശത്രു നിന്നേക്കാൾ ബലവാനായിരിക്കാം, എന്നാൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്നേക്കാൾ ബലമുള്ള ശത്രുവിനെ തകർത്ത് കളയുവാൻ ദൈവം വിശ്വസ്തനാണ്. അതെ, നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ തന്റെ ദാസന്മാരെ ദൈവം എത്രയോ സംഗീതയും വിടുവിച്ചിട്ടുണ്ട്. നാം ഹിസ്കിയാ രാജാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ തനിക്ക് വിരോധമായി അശൂരിന്റെ ശക്തികൾ പാളയമിറങ്ങി. എന്നാൽ തന്റെ ദാസൻ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തി. ദൈവം ഒരു ദൂതനെ പാളയത്തിൽ അയച്ച് 1,85,000 പേരെ തകർത്ത് കളഞ്ഞുവെങ്കിൽ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി, നിന്റെ ഭവനത്തിനു വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൂതനെ അയച്ച് നിനക്ക് വിജയം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഈ വചനം ഏറ്റെടുക്കൂ. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ദൈവത്തിൽ ആശ്രയിക്കൂ. ശത്രുവിന്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് ദേശത്ത് നിന്റെ തലമുറകളെ ഉയർത്തി നിർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൽ ആശ്രയിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവർക്ക് വിരോധമായി നിൽക്കുന്ന, വിരോധമായി അടിക്കുന്ന കാറ്റുകളെ, ആയുധങ്ങളെ നിഷ്ഫലമാക്കുവാൻ അടിയൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോട് കർത്തൃ ശുശ്രൂഷയിൽ പാസ്റ്റർ കെ സാമുവേൽ.